ഇന്നത്തെ ജ്വാല ഓൺലൈൻ മീറ്റിംഗിലെ വിഷയം അസ്വസ്ഥത, ശുണ്ഠി, അസംതൃപ്തി, RID ഫാക്ടർ. നമ്മളോട് വിഷയം അവതരിപ്പിക്കുന്നത് സജു ബാംഗ്ലൂരാണ്. സജു ചേട്ടനെ ജ്വാല ഓൺലൈൻ ഗ്രൂപ്പ് മീറ്റിംഗിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സജു ചേട്ടാ, നമുക്ക് തുടങ്ങാം. ഓക്കെ ദാഷട്ടാ, നന്ദി. സുഹൃത്തുക്കളെ, ഞാനൊരു അമിത മദ്യാസക്തൻ. ദൈവകൃപയാലും ആൽക്കഹോളിക് അനോണിമസിലെ കൂട്ടായ്മയിൽ സഞ്ചരിക്കുന്നത് കൊണ്ടും ഇന്നേ ദിവസം മദ്യപിച്ചില്ല. എല്ലാവർക്കും ഹായ്. ഹായ് സജു ഭായ്. ഹായ് 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 സന്തോഷം. ഹായ് സന്തോഷം. കൂട്ടായ്മയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പല പ്രതിസന്ധികളും പ്രയാസങ്ങളിലും ഇടയിൽ വെച്ചിട്ട് ഞാൻ ഇന്ന് പറയുന്നു ഞാൻ സന്തോഷവാനാണെന്ന്. ഒരു ഫിസിക്കൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വരുന്ന വഴി ഇത്തിരി ലേറ്റായി. അതാണ് ഒരു 5-10 മിനിറ്റ് ലേറ്റായി പോയത് തുടങ്ങാൻ. ആ ഒരു ലേറ്റായി വരുമ്പോഴും എൻ്റെ മനസ്സിലറിയാം ഞാൻ ഇന്നൊരു വിഷയം അവതരിപ്പിക്കാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ആ വിഷയം എന്ന് തന്നെ പറയുന്നത് അസ്വസ്ഥത, ശുണ്ഠി, അസംതൃപ്തി. ഈ 3 കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് വന്നിട്ട് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങുന്ന സമയങ്ങളിലും പഴമക്കാർ ഷെയർ ചെയ്യുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞു വന്ന കാര്യമായിരുന്നു ഈ 3 പോയിന്റുകൾ. എനിക്ക് അവിടെയാണ് ചിലപ്പോൾ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നാറ് ഞാൻ അവിടെ ഒന്ന് പിടിച്ചു നിർത്തി എന്നെ. ഈ 3 കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളും പറയാതെ ഓരോ ദിവസത്തില് ഓരോ മീറ്റിങ്ങിൽ ഏതെങ്കിലും ഒരാൾ ഈ 3 കാര്യത്തിൽ ഒരു കാര്യമെങ്കിലും പറയും. അസ്വസ്ഥതയെ കുറിച്ചിട്ട്, അസംതൃപ്തിയെ കുറിച്ചിട്ട്, ഈ ദേഷ്യം, കോപത്തെ കുറിച്ചിട്ട് കേൾക്കാതെ നിർവാഹമില്ല മദ്യാസക്തനായ എനിക്ക്. അപ്പോൾ അന്നിത് സംസാരിക്കണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ എടുത്ത് പറഞ്ഞൊരു വിഷയമാണിത്. കാരണം എനിക്കിത് അത്രക്കാര്യം ഈ വിഷയത്തെ എനിക്ക് ഇഷ്ടമാണ്. ഇതെന്നിൽ എന്നും പറയുന്നത് പോലെ ഇത് പെട്ടെന്ന് തെളിഞ്ഞു കാണുന്നു. ഞാൻ ഇന്ന് ഈ മദ്യാസക്ത രോഗിയാണ് എന്ന് മനസ്സിലാക്കി ഈ യാത്ര തുടങ്ങുമ്പോൾ എന്നും തെളിഞ്ഞു കാണുന്ന ഈ ഒരു 3 ഭാഗമാണ്. അപ്പോൾ നമ്മളെ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. ഡോക്ടർ ഒപ്പീനിയനിൽ അവർ അസ്വസ്ഥരും മുൻചുണ്ടിക്കാരുമാണ്. കുറച്ചു പെഗുകൾ പെട്ടെന്ന് അകത്താക്കുമ്പോൾ ലഭിക്കുന്ന സ്വൈര്യവും സുഖവും വീണ്ടും അനുഭവിക്കാതെ വന്നാൽ അവർ അസ്വസ്ഥരും ശുണ്ഠിക്കാരും അസംതൃപ്തിയും ഉള്ളവരായിട്ട് മാറുന്നു എന്ന് പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. അത് ഡോക്ടർ ഒപ്പീനിയനിൽ പറയുന്നുണ്ട്. ഇത് ഞാൻ കേൾക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ക്ലിക്കാവുന്നത് ശരിയായിരുന്നല്ലോ ഇത് ഞാൻ മദ്യപിക്കുമ്പോൾ ഈ മദ്യപാനം കഴിക്കുന്നത് ഒരു സുഖത്തിന് വേണ്ടിയിട്ട് കഴിച്ചിട്ട്, പക്ഷെ മദ്യപാനിയായ എനിക്ക് ഈ സുഖം തുടങ്ങുന്നത് ഒരു 4-മത്തെയോ 5-മത്തെയോ പെഗിൽ നിന്നാണ് എനിക്ക് അവസാനം ഒരു സുഖം കിട്ടുന്നത്. കാരണം മദ്യപാനം കഴിച്ച് ശീലമായി അത് രോഗമായി മാറിയതൊന്നും അറിയില്ല. ആ രോഗത്താൽ ഈ എണ്ണം അങ്ങ് കൂടുമ്പോൾ ഈ സുഖം കിട്ടാൻ, ആ സ്വൈര്യത കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4 പെഗിനാകുമ്പോഴാണ് ആ സ്വൈര്യം അല്ലെ സുഖം ഒന്ന് വരുന്നത്. പിന്നീട് ആവുമ്പോൾ ആ ക്വാർട്ടർ അങ്ങ് തീർന്നു. ഒരു ക്വാർട്ടറിൽ 3 പെഗേ ഉണ്ടാവും. പിന്നീട് ഒരു ക്വാർട്ടർ വാങ്ങിച്ചാൽ പിന്നെ ആ 4 മതി. വീണ്ടും ബാക്കിയുള്ള 2 എന്ത് ചെയ്യും? അത് നാളത്തേക്ക് വെക്കാം. ആ നാളത്തേക്ക് വെക്കാന്ന് പറഞ്ഞിട്ട് ഒരു അടപ്പ് മൂടാനുണ്ട് ഞാൻ, അല്ലെ വേറെ ഒരു ചെറിയൊരു കാലി ബോട്ടിലാക്കിയിട്ട് മാറ്റി വെക്കാനുണ്ട്. പക്ഷെ ഈ മാറ്റി വെക്കൽ എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. കാരണം ആ അസ്വസ്ഥത അവിടുന്ന് വീണ്ടും ആ ഒരു സ്വൈര്യം എന്ന് പറഞ്ഞ സാധനം കിട്ടിയത് താത്കാലികമായിട്ട് കിട്ടിയത് ആ പെട്ടെന്ന് അങ്ങ് കുറയുമ്പോൾ അടുത്ത 4ഉം 5ഉം അങ്ങനെ 6ഉം 7ഉം പെഗ് ഞാൻ അടിക്കുന്നുണ്ടായിരുന്നു. അഥവാ അവിടെ ആ സമയം കൊണ്ട് ഞാൻ ബലം പിടിച്ച് ഞാൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ, ആ നിർത്തിയിട്ട് ഞാൻ ആ ബാറിന് അടുത്ത ബാറിലേക്ക് പോകുന്ന നിമിഷമോ അല്ലെ വീട്ടിലെത്തിയ നിമിഷമോ പോരായിരുന്നു, എനിക്ക് കുറച്ച് ഒന്നും കൂടി മതി, അല്ലെ 2 കൂടി മതി, ഈ 2ഓ 1ഓ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് അത് കിട്ടാത്ത സമയത്ത് ഒരു വെപ്രാളമുണ്ട്. അത് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഈ പറയുന്ന ബാറുകൾ അടച്ചിട്ടുണ്ടാവും. അപ്പോ അടച്ച ബാറ് തുറപ്പിക്കൽ, ആ സമയത്ത് പറഞ്ഞ പൈസ എന്താണോ ആ പൈസ കൊടുത്ത് വാങ്ങിക്കൽ. ആ സമയത്ത് ചിലപ്പോൾ കഴിച്ചത് വേറൊരു ബ്രാൻഡ് ആയിരിക്കാം, എന്നാൽ ആ സമയത്ത് എന്താണോ ലഭ്യമായത് ആ ബ്രാൻഡ് ഞാൻ മനഃപൂർവ്വം വാങ്ങിക്കും.
അതെന്തായാലും കുഴപ്പമില്ല. ആ സമയമാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് കിട്ടിയേ പറ്റൂ. അപ്പോ അത് ഞാൻ ഈ പുസ്തകത്തിലൂടെ ഈ ഡോക്ടർ ഒപ്പീനിയൻ വായിക്കുമ്പോൾ ഇതെനിക്ക് മനസ്സിലായി, സംഭവമുണ്ട്, ശരി തന്നെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു 3 കാര്യം നിന്നിൽ എത്രത്തോളം അപകടമുണ്ടാക്കി എന്ന് നോക്കുമ്പോൾ അതായിരുന്നു എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വലിയൊരു തോതിലുള്ള കാരണം. എൻ്റെ ജീവിതം, ഞാനൊരു സങ്കല്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ആരായാലും സങ്കല്പം ഉണ്ടാക്കും. അത് തെറ്റൊന്നല്ല. ഒരാഗ്രഹം ഉണ്ടാവും, സങ്കല്പം ഉണ്ടാവും. ചെറുപ്രായത്തിൽ അത് തുടങ്ങുമ്പോൾ തന്നെ നല്ലോണം പഠിക്കുക, നല്ല കോളേജുകളിൽ ചേരുക, നല്ല ഉദ്യോഗം ഉണ്ടാകുക, നല്ലൊരു മകനായിട്ട് വളരുക, കല്യാണം കഴിക്കുക, ഇതൊക്കെ ഒരു സങ്കല്പമാണ്. അത്തരം ഒരു അംബീഷൻസ് ഒക്കെ എന്തായാലും വേണം. ആ ഒരു പ്ലാനിങ് എൻ്റെ മനസ്സിലുണ്ട്. ഈ മനസ്സിൽ ഈ പ്ലാനും വെച്ചിട്ട് യാത്ര തുടങ്ങുമ്പോഴാണ് ഈ മദ്യപാനം ഒരു ഭാഗത്ത് തുടങ്ങുന്നതും ഈ മദ്യപാനത്തിലൂടെ അങ്ങ് കയറുമ്പോൾ ഈ പ്ലാനുകൾ, ഞാൻ വിചാരിച്ച പദ്ധതികൾ അമിതവും സാധിക്കുന്നു. അതാണ് പറയുന്നത്. അവിടെ അധികവും സാധിക്കുന്നുണ്ട്, കുറച്ച് മാത്രമേ സാധിക്കാതെ പോകുന്നുള്ളൂ. പക്ഷെ അത് സാധിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പ്രയത്നിക്കുന്നുണ്ട് ഞാൻ. ആ നന്നായിട്ട് പ്രയത്നിക്കാൻ വേണ്ടിയിട്ട് എന്നെ നന്നായി സഹായിച്ച ഒരു ദ്രാവകമായിരുന്നു മദ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നും പറയുന്നത് പോലെ അതൊരു മാന്ത്രിക ദ്രാവകം തന്നെയായിരുന്നു എനിക്ക്. ആ ഒരു പ്രായത്തിൽ എനിക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ നേടണം, ഞാൻ പ്രത്യേകിച്ച് ഉള്ളത് സെയിൽസ് ഫീൽഡിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമ്മർദ്ദം ഉണ്ടാവും, ഒരു പ്രഷർ പോയിന്റ് ഉണ്ടാവും. സെയിൽസുകാരോട് എപ്പോഴും ചുറ്റുപാട് എപ്പോഴും ഇല്ല എന്ന് പറയുന്ന ഒരു മനോഭാവമാണ്. കാരണം നമുക്കൊക്കെ അറിയാം, സെയിൽസിന്റെ ഒരു കോള് ഇന്നിപ്പോ ഫോണ് വരുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു തട്ടിലുള്ള സെയിൽസാണ് ഇപ്പോഴും വേണ്ട, നിർബന്ധം കാണിക്കലാണ് സെയിൽസ്. ഒരു നന്നായിട്ടുള്ള പ്രോഡക്റ്റോ സർവീസോ അത് നന്നായിട്ട് വിശദീകരിച്ചിട്ട് ഉപഭോക്താവിനെ അങ്ങ് വാങ്ങിപ്പിക്കലാണ്, വാങ്ങലല്ല വാങ്ങിപ്പിക്കലാണ്. അപ്പൊ ഈ വാങ്ങിപ്പിക്കൽ എന്ന പ്രക്രിയ ഒരു കഠിനാധ്വാനമുള്ള സംഭവമാണ്. അവിടെ കൺവിൻസ് ചെയ്യണം. അവിടെ ഞാൻ എൻ്റെ ക്ലയന്റിനെ മാത്രമല്ല, എൻ്റെ ഓഫീസിലുള്ളവരും ഒരു മത്സരമാണ്. എൻ്റെ മുതിർന്ന ബോസിനെ വരെ ആ നമ്പറാണ് അവിടെ സംസാരിക്കുക. ഓരോ മാസത്തെ നമ്പറാണ് നമ്മുടെ പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ജോലിപരമായിട്ട് എനിക്ക് മുന്നോട്ട് കയറുക തന്നെ ചെയ്യണം. ആ മുന്നോട്ട് കയറാനുള്ള ഒരു ഊർജം ഏറിയ പങ്കും സാധിച്ചു തന്നത് ഈ മദ്യമായിരുന്നു. ആ മദ്യത്തിൽ നിന്ന് കിട്ടിയ ഒരു തരം സന്തോഷമുണ്ട്, ഒരു തരം എനിക്ക് കിട്ടാതെ പോകുന്ന സാധനം കിട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലൂടെ ഈ കഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു തരം ബുദ്ധി വരാനുണ്ട്, ഒരു തരം ടാക്ലിംഗ് സ്വഭാവം കിട്ടാനുണ്ട്. അത് കിട്ടുമായിരുന്നു എനിക്ക്. ആ കിട്ടുന്നതാണ് എനിക്ക് ഈ മദ്യം. അപ്പോ എൻ്റെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്ത് എല്ലാം സാധിച്ചെടുത്ത ഈ ദ്രാവകം എന്തേ പിന്നീട് ഒരു പ്രശ്നത്തിലേക്ക് മാറിയത് എന്ന് ഞാൻ ഇന്ന് ആലോചിക്കുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനെയാണ് ഞാൻ ആലോചിക്കുക. എൻ്റെ അച്ഛൻ എപ്പോഴും എല്ലാവരും പറയാറുണ്ട് ഒരു വ്യഗ്രതയുള്ളവനായിരുന്നു, ഒരു ക്ഷമയില്ലാത്തവനായിരുന്നു. അച്ഛൻ്റെ സ്വഭാവത്തിലൊക്കെ അത് കാണിക്കാറുണ്ടായിരുന്നു. പെട്ടെന്ന് നീ അച്ഛൻ്റെ മകനാണെന്ന് എന്നോട് അമ്മയും പറയും, എന്നോട് എൻ്റെ അമ്മാവന്മാരും വീട്ടുകാരും പറയും. അവൻ അവൻ്റെ അച്ഛൻ്റെ മാതിരി തന്നെയാണ്. എൻ്റെ കൂട്ടുകാർ, എൻ്റെ വീട്ടുകാർ എന്നോട് പറയുന്ന മറ്റൊരു വാക്കാണ്, നീ ചെറുപ്പത്തിലെ പെടപ്പനാണ്. മലബാർ കണ്ണൂർ ഭാഷയിൽ പെടപ്പൻ എന്ന് പറഞ്ഞാൽ വ്യഗ്രതയുള്ളവനാണ്. പെടപ്പൻ, അവൻ ഒരു സ്ഥലത്ത് ഇരിക്കില്ല. ഞാനൊരു കസേരയിൽ അനങ്ങാതെ ഇരിക്കില്ല. ആ കസേരയിൽ ഇരിക്കുമ്പോൾ എൻ്റെ കാല് ആട്ടിക്കൊണ്ട് നിൽക്കണം. ഞാനൊരു ടിവിയുടെ മുന്നിൽ നിൽക്കുന്നതാണെങ്കിൽ ഞാൻ ആ ചാനൽ മാറ്റിക്കൊണ്ടേ നിൽക്കും. ഞാൻ ഒരു നിമിഷം ഒരു കോള് വന്നതാ. ഞാൻ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തിയിൽ ഒരു സ്ഥായിയായിട്ട് അവിടെ നിൽക്കില്ല. അടുത്ത പ്രവൃത്തി എന്താണെന്ന് ആലോചിക്കും. ഒരിക്കലും ഒരു സ്ഥിരതയില്ലാത്ത ഒരു വ്യക്തിത്വം എന്നിൽ ബാല്യകാലത്തെ ഉണ്ട് എന്ന് ഈ ആൽക്കഹോളിക് അനോണിമസ് ആണ് എന്നെ ചൂണ്ടിക്കാണിച്ചത്. എന്നോട് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ജോലി പറഞ്ഞു കഴിഞ്ഞാൽ, കടയിൽ പോകാനോ
മറ്റേതെങ്കിലും സാധനം വാങ്ങിക്കാനോ റേഷൻ കടയിലോ പോകാൻ പറഞ്ഞാൽ ഞാൻ ഉടനടി പോകും, ഉടനടി ഞാൻ അത് വാങ്ങിക്കും, ഉടനടി തിരിച്ചു വരും. ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ട്. ചിലപ്പോഴും റേഷൻ കടയിൽ പോകുമ്പോൾ 3-4 സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മണ്ണെണ്ണയും ഉണ്ടെങ്കിൽ മണ്ണെണ്ണ വേർത്തനെ പിടിക്കണം, 2-3 സഞ്ചി വേർത്തനെ പിടിക്കണം. പക്ഷെ എനിക്ക് ഇതൊക്കെ ഒരുമിച്ച് പിടിച്ചിട്ട് എടുത്ത് കൊണ്ടുവരണം. ഒന്നിനും ഒരു സാവധാനമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൂട്ട് തുറക്കണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനം താഴെ വെച്ചിട്ടല്ല, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ടല്ല ആ പൂട്ട് തുറക്കുക. ആ സാധനം എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ആ പൂട്ട് തുറക്കാനുള്ള കഠിന ശ്രമം നടത്തുക. അത് എളുപ്പത്തിൽ തുറക്കാൻ പറ്റും. ആ സാധനങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് എൻ്റെ 2 കൈയും ഫ്രീ ആയിട്ട് അകത്തുള്ള പൂട്ട് തുറന്നാൽ മതി. ഞാൻ ഒരു ഉദാഹരണം പറയുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ ബോട്ടിൽ വെച്ചാൽ അത് മൂടി വെച്ച ബോട്ടിലാണെങ്കിൽ ആ മൂടി ഞാൻ തുറന്നിട്ട് ഞാൻ പാതി അടച്ചിട്ടേ ഞാൻ ആ ബോട്ടിൽ തിരിച്ചു വെക്കും. കാരണം അത്രയും എൻ്റെ അടുത്ത് ക്ഷമയുള്ളൂ. മറ്റൊരാള് ആ ഫ്രിഡ്ജ് തുറന്നിട്ട് ഇനി ആ ബോട്ടിൽ കുപ്പിന്റെ ആ മൂട് പിടിച്ചിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ബോട്ടിൽ താഴെ വീഴും. നമ്മൾ കുടിക്കുന്ന വെള്ളം താഴെ വീഴും. കാരണം അതിന് മുന്നേ ഞാനായിരുന്നു ആ കുപ്പി എടുത്തിട്ട് മൂട് മര്യാദയ്ക്ക് അടക്കാത്തത്. എന്തുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തു? എന്തുകൊണ്ട് ഞാൻ ഈ പരിപാടി മുഴുവനും ചെയ്യുന്നത്? എനിക്ക് ക്ഷമ എന്ന ഒരു സംഭവം ഇല്ല. ഞാനെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർന്നിട്ട് എന്തോ ഒന്നിന് ഞാൻ കാത്തു നിൽക്കുന്നു. അത് എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. എന്തിനോ ഒന്ന് കാത്തു നിൽക്കുന്നുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും എന്നില ഏൽപ്പിച്ച ജോലികൾ, ആ ജോലികൾ ചെയ്യാൻ ഞാൻ പലപ്പോഴും മിടുക്കനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പഴമക്കാർ പറയുന്നുണ്ട്, പുസ്തകത്തിലും പറയുന്നുണ്ട്, നമ്മളിൽ നല്ല ഊർജമുണ്ട്. പക്ഷെ ആ ഊർജം ശരിയായ രീതിയിലല്ല ഞാൻ ഉപയോഗിക്കുക. ആ ജോലി തുടക്കാൻ ഭയങ്കര ആവേശമായിരിക്കും. ഞാൻ അതിന് റെഡിയാണ്, ഞാൻ ഏൽക്കാൻ ഭയങ്കര ആളാണ്. എന്നിട്ട് അത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് പാകപ്പെട്ട രീതിയിലാണെങ്കിൽ ഞാൻ അത് ചെയ്തു പോകും. എനിക്ക് പാകപ്പെട്ട രീതിയിലല്ലെങ്കിൽ ഞാൻ ഒരു മാതിരി കാട്ടിക്കൂട്ടി ചെയ്തിട്ട് അത് അവസാനിക്കും. അവിടെയും എൻ്റെ പ്രശ്നം ക്ഷമയില്ലായ്മയാണ്. എവിടെയും ഒരു ക്ഷമയില്ലായ്മ. ഈ ക്ഷമയില്ലായ്മയിൽ നിന്ന് തന്നെയാണ് എൻ്റെ അസ്വസ്ഥത ഉടലെടുക്കുന്നത്. കാരണം ആ സമയത്തിനനുസരിച്ചിട്ട് ഞാൻ പാകപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ കാര്യം ചെയ്തു തീർക്കാനുള്ള നിശ്ചിത സമയം ഉണ്ട് എന്ന് എൻ്റെ ബ്രെയിന് സമ്മതിക്കുന്നില്ല. ആ സമ്മതം ഇല്ലായ്മയാണ് എൻ്റെ അക്ഷമയ്ക്ക് കാരണം. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ വ്യവഹാരങ്ങളും, ഞാൻ പറഞ്ഞല്ലോ, ഒരു കുപ്പിയുടെ മൂട് മര്യാദയ്ക്ക് അടക്കാതിരിക്കുക, പൂട്ട് മര്യാദയ്ക്ക് തുറക്കാതിരിക്കുക. ഞാൻ എപ്പോഴും 2 വീലറിന്റെ ചാവി ഞാൻ 3-4 ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ട് വീട്ടിൽ വെക്കും. കാരണം ഇത് എപ്പോഴും നഷ്ടപ്പെടുന്ന ഒരു സ്വഭാവക്കാരനാണ് ഞാൻ. ഏത് പോക്കറ്റിലാണ് വെച്ചതെന്ന് അറിയില്ല. ഇടത്തെ പോക്കറ്റിലാണോ വലത്തെ പോക്കറ്റിലാണോ, അല്ലെ ഷർട്ടിന്റെ കീശയിലാണോ വെച്ചതെന്ന് അറിയില്ല. പലവട്ടം ചാവി എടുക്കാതെ തന്നെ 2 വീലറിന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ 3-4 എക്സ്ട്രാ ചാവി ഉണ്ടാക്കി വെക്കും. അപ്പോൾ എനിക്ക് പേരെടുത്ത മറവിക്കാരനുമായിട്ട് ഞാൻ മാറി. അതും ഇതിനകത്ത് പറയുന്നത്. ഇതിന്റെ ഒക്കെ തുടക്കം ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ക്ഷമ എന്ന് പറയുന്ന സാധനമില്ല. ആൽക്കഹോളിക് അനോണിമസിന്റെ അകത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞത്, ആദ്യം പഴമക്കാർ പല ഷെയറിങ് കേൾക്കുന്നതിൽ അതിലൊരു ഷെയറിങ് ആയിരുന്നു ഈ പറയുന്ന ഈ വ്യഗ്രത കുറക്കണം, ഞാനൊന്ന് സ്ലോ ആവണം. ഞാൻ എപ്പോഴാണ് സ്ലോ ആവാൻ തുടങ്ങുക? ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ്. ഈ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുന്നതിൽ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ എല്ലാ സ്ഥലത്തും അസ്വസ്ഥനാവാനുള്ള പ്രധാന കാരണം ഞാൻ ഒരു
സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തെ കുറിച്ചിട്ട്, എൻ്റെ ഈ നിമിഷം, അല്ലെ വരാനിരിക്കുന്ന നിമിഷം, ഇല്ല ഈ ദിവസം, എല്ലാത്തിലും ഞാനൊരു സാങ്കല്പിക സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ തുടക്കകാലത്ത് ഞാൻ എന്തൊക്കെയോ ആവണം, എന്തൊക്കെയോ ചെയ്യണം, എന്തൊക്കെയോ ഉള്ള പല പദ്ധതികളും ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. മദ്യാസക്തനായ എനിക്ക് ഇന്ന് ഈ ആൽക്കഹോളിക് അനോണിമസിന്റെ അകത്ത് കയറുമ്പോൾ അവിടെ വീണ്ടും പുസ്തകങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ പദ്ധതികളിൽ നിന്നും, നമ്മളുടെ പല പ്ലാനുകളിൽ നിന്നും നമ്മൾ പതിയെ പതിയെ ഒഴിഞ്ഞു മാറി വരും. അത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു 3-ാം പടിയിൽ അത് പറയുന്നുണ്ട്. അവിടെ ഈ ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന സംഗതിയിലേക്ക് വരുമ്പോൾ, ഞാൻ ഈ നിമിഷത്തിൽ, ഈ സമയത്ത് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, ഞാൻ സംസാരിക്കുകയായിരിക്കാം, ഞാൻ എഴുതുകയായിരിക്കാം, മറ്റുള്ളവരായിട്ട് ഞാൻ എന്തെങ്കിലുമായിട്ട് വ്യവഹാരത്തിൽ ഏർപ്പെടുന്നതായിരിക്കാം, അവിടെയൊക്കെ ഒരു നിശ്ചിത സമയം ഇതിനൊക്കെ ഉണ്ട്. ആ സമയം നീ പാലിച്ചേ പറ്റൂ. ആ സമയം പാലിക്കുമ്പോഴാണ് നീ ആ സമയത്തിന് ബഹുമാനവും കൊടുക്കുന്നത്. നീ ഒരു മിതത്വമുള്ള മനുഷ്യനായിട്ട് അവിടെ മാറുന്നത്. ആ മിതത്വം ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് അസഹിഷ്ണുത, അല്ലെ അസ്വസ്ഥത എന്ന് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് മാറും. നിന്റെ ബ്രെയിന് എന്നും നീ ഉണ്ടാക്കിയ പ്ലാന് പ്രകാരം പോകണമെന്ന് ശാഠ്യം പിടിക്കുന്നുണ്ടോ, അവിടെയൊക്കെ നിനക്ക് നിരാശ മാത്രമേ ഉണ്ടാവൂ. ആ നിരാശയിൽ നിന്ന് എനിക്ക് മുക്തി നേടണമെങ്കിൽ 3-ാം പടി വീണ്ടും എന്നെ ഓർമ്മപ്പിടിച്ചു. നിന്റെ അല്ല, ആ ദൈവത്തിന് വിട്ടുകൊടുത്ത് ഓരോ പ്രവൃത്തിയും അന്ന് ചെയ്യാനുള്ള മാനസിക അവസ്ഥയിലുള്ള ഒരു മാറിയ മനോഭാവത്തിലേക്ക് നീ കൊയരുക. അപ്പോ മദ്യപാനം നിർത്തുമ്പോൾ ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്ന മാനസിക അവസ്ഥയാണ് ഈ അസ്വസ്ഥത, ഒരിടത്തും സമാധാനത്തോടെ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥ, എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ തോന്നുക എന്നത് ഇതിൻ്റെ അകത്ത് അച്ചട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനെതിരെ എനിക്ക് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം ആ 3-ാം പടിയിൽ പറഞ്ഞ പോലെ സമയത്തിനും സമയബന്ധിതമായിട്ടും ഞാൻ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴല്ലേ ആ പക്വതയോട് കൂടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇന്ന് ഇത്തിരി ശമനമുണ്ട്. അതിന് ആ അസ്വസ്ഥതയ്ക്ക് ശമനമുണ്ട്. ഈ അസ്വസ്ഥത എനിക്ക് കൂടിക്കഴിഞ്ഞാൽ, അഥവാ അത് കൂടും, അത് കൂടിക്കഴിഞ്ഞാൽ ഉള്ള പ്രശ്നമാണ് അടുത്തതിലേക്ക് ഉടനടി ഞാൻ പോകും. ശുണ്ഠി അഥവാ ദേഷ്യം. ദേഷ്യം നല്ലത് തന്നെ, പാകത്തിനുള്ള ദേഷ്യം കാണിക്കുക തന്നെ വേണം. പക്ഷേ എന്നിലുള്ള മറ്റൊരു പ്രശ്നം, ഈ ദേഷ്യം പിടിച്ച് വെച്ച് ഈ കോപാഗ്നി എന്ന് പറയുന്ന സാധനത്തിലേക്ക് വഴുതി വീഴാൻ എളുപ്പം പറ്റുന്ന ഒരു രോഗമാണ് എൻ്റേത്. പെട്ടെന്ന് തന്നെ ഞാൻ പൊട്ടിത്തെറിക്കും. ആ സമയത്ത് ഞാൻ സഹിക്കും, ഓക്കെ കുഴപ്പമില്ല, ഞാൻ എന്നെ തന്നെ പിടിച്ചിട്ട് ആ സാഹചര്യത്തെ ക്ഷമിക്കുന്ന മാതിരി ഞാൻ അങ്ങ് ക്ഷമിച്ചിട്ട് മാറ്റും. പക്ഷെങ്കിൽ ഞാനത് എൻ്റെ ഉള്ളിലോട് കൃത്യമായിട്ട് ഞാനത് സമ്മതിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ ആ നിമിഷത്തിലല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ അരമണിക്കൂറോ എന്ത് വേണ്ട, ചിലപ്പോൾ അത് 1 ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയോ 1 മാസമോ 1 വർഷമോ എത്ര കാലം നിന്നാലും ഞാൻ എന്നോടത് ശരിക്കും ഏറ്റു പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു കാലഘട്ടത്തിൽ പൊട്ടിത്തെറിക്കുമെന്നത് 100% ഉറപ്പാണ്. അത് എന്നിൽ നടന്നിട്ടുണ്ട് പല കാര്യങ്ങളിലും. പ്രത്യേകിച്ച് ഭാര്യമാരായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഇടപെടുന്നത് നമ്മുടെ സഹധർമ്മിണിയായിട്ട് തന്നെയാണ്. ഇവരായിട്ടുള്ള ഓരോ വ്യവഹാരങ്ങളിലും എല്ലാം ശരിയായി വരണം, തൃപ്തിയായിട്ട് വരണം ഒന്നും ഇല്ല എന്ന് ഞാൻ ധരിക്കേണ്ടതുണ്ട്. ഇന്ന് അവള് ഇന്ന രീതിയിലാണ്, ഇന്ന് ആ ഒരു പ്രതീക്ഷ ഞാൻ വെക്കാതിരിക്കുക. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്നോട് സ്പോൺസർ പറഞ്ഞതാണ്, തുടക്കം പറഞ്ഞ ഒരു കാര്യമാണ്. അത് ആ തുടക്കം പറഞ്ഞ ചില കാര്യങ്ങൾ ഇതിനെതിരെ ഒരു ആയുധമായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ധാരണയും വേണ്ട, ഒരു മുൻധാരണയും ഇല്ലാതെ ഈ പ്രോഗ്രാമിനെയും നിന്റെ ജീവിതത്തെയും നീ സമീപിച്ചോളുക. ഒരു വ്യവസ്ഥിതിയും നീ ഉണ്ടാക്കണ്ട, നീ നിന്നോടും ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കണ്ട. ഈ പ്രോഗ്രാം നിന്നെ ഇതിൻ്റെ അകത്തായി എന്ന് വിചാരിച്ചിട്ട് നിനക്ക് നാളെ കൊട്ടക്കണക്കിന് കാര്യങ്ങൾ, നല്ല ഗുണങ്ങൾ വന്ന് ചേരുമെന്നും നീ ധരിക്കണ്ട. നീയായിട്ട് ഇവിടെ നിൽക്കാൻ ഈ 2 കാര്യങ്ങളും മനസ്സിലുണ്ടെങ്കിൽ ആദ്യമേ അങ്ങ് പറിച്ചു കള. മുൻധാരണ, എന്തെങ്കിലും ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള നിന്റെ ഉള്ളിൽ താല്പര്യമുണ്ടെങ്കിൽ, നിന്റെ ഉള്ളിൽ ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ,
സുബോധവാനായിട്ട് നിൽക്കുക, മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുക, സുബോധവാനായിട്ട് നിൽക്കുക. ഈ ഒരു താല്പര്യം മാത്രമേ നിനക്ക് ഉള്ളൂ. നിന്റെ പുനർജന്മമാണിത്. നീ ഇനി ജീവിച്ചു തുടങ്ങുന്നതാണ്. ഈ ജീവിച്ചു തുടങ്ങുന്നതിൽ നിന്റെ മാനസികമായിട്ടുള്ള പുനഃക്രമീകരണമാണ് സജുവെ നിനക്ക് വേണ്ടത്. അപ്പോ അവിടെ നിനക്ക് നീ സങ്കല്പിക്കാൻ തുടങ്ങും, നീ ധരിക്കാൻ തുടങ്ങും, നീ വ്യവസ്ഥിതികൾ എല്ലാ വ്യവഹാരങ്ങളിലും നീ ഉണ്ടാക്കാൻ നീ തുടങ്ങും. ആ ഉണ്ടാക്കാനുള്ള മനസ്സ് മാറ്റിക്കളഞ്ഞിട്ടു. നീ ചെയ്യേണ്ടത് കാര്യം നീ ചെയ്ത് മുന്നോട്ടേക്ക് പോവൂ. വരുന്നത് വരുന്നു, വരാത്തത് വിട്ടുകള പറ്റത്തില്ല. ഈ ദേഷ്യം, ശുണ്ഠി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും യോജ്യമല്ലാത്തൊരു സാധനമാണ്. കാരണം അത് കൈകാര്യം ചെയ്യാൻ, പാകത്തിൽ കൈകാര്യം ചെയ്യാൻ എനിക്കറിയില്ല. ആ പാകത്തിൽ കൈകാര്യം ചെയ്യാൻ നീ പഠിക്കുകയല്ലേ വേണ്ടത്. അതിന് നീ പാകമായി പഠിക്കാൻ അതിന് നന്നായിട്ടൊരു പ്രാക്ടീസ് തന്നെ ഇതിൻ്റെ അകത്ത് ചെയ്യണം. നീ പറയുന്ന പോലെ അസംതൃപ്തി എവിടെയായിരുന്നു എനിക്ക് തൃപ്തി ഉണ്ടായിട്ടുള്ളത്? ഞാൻ ഒരു പെഗ്ഗിലോ 2 പെഗ്ഗിന് 3 പെഗ്ഗായി 4ആയി 6ആയി നമ്മൾ അങ്ങനെ പല പെഗ്ഗുകളായിട്ട് നിറഞ്ഞു അങ്ങ് പോകുമ്പോഴും, ഒരു ബാറ് മാറുന്ന മറ്റൊരു ബാറിലേക്ക് പോകുമ്പോഴും തൃപ്തിക്ക് വേണ്ടിയിട്ട് അലഞ്ഞവനാണ് മദ്യാസക്തർ. അത് ഞാനതെ. ഒരു തൃപ്തിയില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഈ തൃപ്തിക്ക് വേണ്ടിയിട്ട് അലഞ്ഞുകൊള്ളുക, ഇങ്ങനെ എന്തെന്നില്ലാതെ സ്വയം ഒരു പിറുപിറുക്കൽ പെറുക്കുക, ഒരു ആത്മകഥം ഇപ്പം വെറുതെ എന്നോടോ മറ്റുള്ളവരോടോ പറയാം. അപ്പൊ അതും ഈ പുസ്തകത്തിലോ അതിനോടനുബന്ധമായിട്ട് പറയുന്നുണ്ട്. മദ്യാസക്തൻ എന്ന ഒരുത്തൻ സ്വയമായിട്ട് ഈ ആത്മകഥം നമ്മളിപ്പോ ഇവിടെ ഷെയർ ചെയ്യുന്നു, പുറത്തു പറയുന്നു. ഒരു റോട്ടിലൂടെ നടക്കുന്ന ഒരു ഭ്രാന്തായ മാനസിക രോഗി അവൻ ആത്മകഥം പുലമ്പി നടക്കുകയാണ് ചെയ്യുന്നത്. ഞാനും ഒരു ഭ്രാന്തനും തമ്മിൽ നേരിയ ഏതോ ഒരു നെർവിന്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം അവന്റെ മനസ്സിൽ ഓടുന്നതും എന്റെ മനസ്സിലോടുന്നതും, അവൻ ആത്മകഥം പുറത്ത് വിളിച്ചു പറഞ്ഞ് ആ വേഷം അങ്ങനെയായിട്ട് ആ മാർക്കറ്റിലൂടെ നടക്കുന്നു. ഞാൻ എൻ്റെ ആത്മകഥം ഇങ്ങനെ ഒരു ദൈവം തന്ന പ്രോഗ്രാമിൽ എനിക്കിവിടെ ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ ഞാൻ സഞ്ചരിക്കുന്നത് കൊണ്ടും ഞാൻ ആ വലിയ ഭ്രാന്തിലേക്ക് പോയിട്ടില്ല. അല്ലെങ്കിൽ നിശ്ചയമായും എന്നെ ഈ ഭ്രാന്തിലേക്ക് കൊണ്ടുപോകും. അതും ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. നിന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ നിനക്ക് ജയിലോ, ഒരു ഭ്രാന്താശുപത്രിയോ, ഒരു തൂങ്ങി മരണമോ, ഒരു ആത്മഹത്യയോ നിന്റെ മുന്നിലുണ്ട് എന്ന്. ഈ രോഗം അത്ര കണ്ട് കാഠിന്യമുള്ള ഒരു രോഗമാണ്. ആ രോഗത്തിൽ നിന്ന് എനിക്ക് ഒരു ദിവസത്തേക്ക് മാത്രമേ എനിക്ക് മാറി സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ പഴമക്കാരൊക്കെ അവരെയൊക്കെ ഞാനിപ്പോ നിരീക്ഷിക്കാനും, മദ്യാസക്തൻ എല്ലാത്തിലും ഈ പറയുന്ന പോലെ നിരീക്ഷണ പാഠവും ഭയങ്കരമാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ പുനർജന്മത്തിൽ അങ്ങോട്ടേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു നിരീക്ഷണം അറിയാതെ എല്ലാ സ്ഥലത്തുനിന്നും ഒപ്പി കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ഇനിയുള്ള ഈ ജന്മത്തിൽ ഞാൻ ഈ ഒപ്പിയെടുക്കുമ്പോൾ ഞാൻ എത്ര രീതിയിലാണ് മാറുന്നത്. കാരണം ഇന്ന് എൻ്റെ സംഘം നല്ലതാണ്. ഇന്ന് ഞാൻ ചീത്ത സംഘത്തിന്റെ കൂടെയല്ല സഞ്ചരിക്കുന്നത്. പണ്ട് ഈ പറയുന്ന ദാവൂദ് ഇബ്രാഹിമിന്റെ ഏതെങ്കിലും കൂട്ടാളിയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് ബോംബെയിൽ അധോലോകത്തിന്റെ വല്ല ഉടായ്പ പരിപാടിയുണ്ട്, ആ വഴി എന്തെങ്കിലും കാശ് സമ്പാദിക്കാം എന്ന് ആലോചിച്ച ഞാൻ ഇന്ന് നല്ല സത്സംഗത്തിന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് നന്മകൾ മാത്രമേ കിട്ടുന്നുള്ളൂ. ഓരോരുത്തർ പറയുന്ന വിഷയം അവരെ ഉള്ളു തുറന്ന് അങ്ങേയറ്റത്തെ ആത്മാർത്ഥമായിട്ടും അങ്ങേയറ്റത്തെ സത്യസന്ധതയോട് കൂടിയിട്ട് തുറന്ന് പറയലിലൊക്കെ ഞാനും സഞ്ചരിക്കുന്നുണ്ട്. ആ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്നത്, നീ ഇനി വലിയ ആളാവാൻ നോക്കണ്ട, നീ ഇതിൻ്റെ അകത്ത് പറയുന്ന ദേഷ്യം ഒരാളെടുത്തും നീ കാണിക്കണ്ട. അത് കാണിക്കാൻ വന്ന സാഹചര്യം നീ കൃത്യമായിട്ട് വിലയിരുത്തി ചെയ്യുക. അവിടെയും പറയുന്നു ഈ 3P എന്ന് പറയുന്നത്, പോസ്, പ്രേ ആൻഡ് പ്രൊസീഡ്. ആദ്യം നീ നിന്നെ ഒന്ന് പോസ് ചെയ്യും, നീ നിന്നെ ഒന്ന് നിർത്ത്. നിനക്ക് ശുണ്ഠി വരുന്നുണ്ടെങ്കിൽ, നീ വിചാരിച്ച കാര്യം നടക്കുന്നില്ല, സമ്മതിച്ചു, നിനക്ക് ശുണ്ഠി വന്നു. പക്ഷെ ആ ശുണ്ഠി വരുമ്പോഴേക്ക് തന്നെ ഇന്ന് നമുക്കൊരു തിരിച്ചറിവിന്റെ പാതയിലായതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ ഇന്ന് തന്നെ ആടെ ഒന്ന് നിർത്തും, ഒന്നും മിണ്ടണ്ട, നിശബ്ദനായിട്ടിരിക്കുക. നിശബ്ദനായിട്ട് നിൽക്കുമ്പോൾ പിന്നെ ആ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. പ്രയർ, വെറുതെ നമ്മുടെ സെറിനിറ്റി പ്രയർ മനസ്സിലൂടെ അങ്ങ് ഒരുമിക്കുക. എന്നിട്ട് നീ പ്രൊസീഡ് ചെയ്തോട്ടെ, എന്നിട്ട് നീ തുടർന്നാട്ടെ. ആ ഒരു സിറ്റുവേഷനെ നീ വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യും. ഈ
തിരിച്ചറിവ് കിട്ടിയത് ഈ പ്രോഗ്രാമിൽ നിന്നല്ലേ നമുക്ക്. ഇത്തരം കാര്യങ്ങളിലൂടെ ഞാൻ എൻ്റെ മനസ്സിനെ എന്നും ഇടകലർന്ന് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇടകലർന്ന് കൊണ്ടുപോകുമ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഞാൻ മാറി നിൽക്കുന്നു. നാളെ ഞാൻ അസ്വസ്ഥത ഇല്ലാതെയോ ശുണ്ഠി ഇല്ലാതെയോ അസംതൃപ്തിയോടു കൂടിയോ സഞ്ചരിക്കോ ഒന്നും എനിക്കും ഞാൻ വാക്കു കൊടുക്കുന്നില്ല, ഞാൻ മറ്റുള്ളവർക്കും വാക്കു കൊടുക്കുന്നില്ല. ഞാൻ എത്രയും പെട്ടെന്ന് ആ വഴിക്ക് പോകാനുള്ള മാനസിക സാധ്യത ജാസ്തിയാണ്. അവിടെ ഏറ്റു പറയാൻ തുടങ്ങി ഞാനൊരു ദുർബലനാണ്, ഞാൻ അങ്ങേയറ്റത്തെ ദുർബലനാണ്. എൻ്റെ മാനസിക അവസ്ഥയുടെ പ്രശ്നം ദൃഢമില്ലാത്ത ബലമില്ലാത്ത മനസ്ഥിതിയാണ്. ഈ ബലമില്ലാത്ത മനസ്ഥിതി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വൈകാരികതയ്ക്ക് അടിമയാകും ഞാൻ. അപ്പൊ അവിടെ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇനി അങ്ങോട്ട് ജീവിക്കണ്ടെങ്കിൽ എപ്പോഴും ബുദ്ധി ഉപയോഗിക്കണം, എപ്പോഴും വൈകാരികത ഉപയോഗിക്കണം. ഇത് രണ്ടും എൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കണം. ഇത് രണ്ടും ഇടകലർന്നും ഞാൻ ഉപയോഗിക്കേണ്ടതുണ്ട്, ബുദ്ധിയും വൈകാരികതയും. പക്ഷെ മദ്യാസക്തനായ എനിക്ക് ഏറ്റവും എളുപ്പം വൈകാരികത ഉപയോഗിക്കാനാണ്. ഞാൻ ബുദ്ധി ഉപയോഗിക്കണ്ടെങ്കിൽ ഇത്തിരി കഷ്ടപ്പെടണം. ആ കഷ്ടപ്പാട് എനിക്ക് ഇഷ്ടമല്ല. കാരണം സൂത്രപ്പണിയും ഷോർട്ട് കട്ടും ചെയ്ത മനസ്സും ബുദ്ധിയുമാണ് എന്നിലുള്ളത്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അതാണ്. ഇനിയുള്ള ഒരു ജീവിതത്തിൽ അങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ ഇത് രണ്ടും മാറ്റി നിർത്തി, ആ ഷോർട്ട് കട്ട് വേണ്ട, നിനക്ക് ഒന്നിനും എളുപ്പം ഉത്തരം കിട്ടാനില്ല, നീ ഇത്തിരി പണിയെടുക്കണം. അത് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ നിനക്ക് നീ വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല, അപ്പോഴൊന്നും നീ അവിടെ നിർത്തും. എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് സ്വയം വിശകലനം, ആത്മപരിശോധന നീ നിന്നോട് തന്നെ ചെയ്യും. അപ്പോ അവിടുന്ന് നിനക്ക് ഒരു ഉത്തരം കിട്ടും. ഇനിയും ചെയ്യേണ്ടതുണ്ട്, നീ അത് ചെയ്യാൻ പോകും. ദേഷ്യം വരുമ്പോൾ, അതിന് എതിരെ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ വേണ്ട, ആ ദേഷ്യം നിനക്ക് നല്ലതല്ല, മാറ്റി വെച്ചേക്കും. അസംതൃപ്തി, ഇനി അങ്ങോട്ട് കാണിക്കുന്ന അസംതൃപ്തി, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പറഞ്ഞ പോലെ ഈ സെയിൽസ് കാരിയറിൽ നമുക്ക് സബോർഡിനേറ്റ്സ് അവര് ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തെന്ന് വരില്ല, പുരോഗതി ഉണ്ടാവാം, പല പ്രശ്നങ്ങളും ഉണ്ടാവാം. പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകില്ല. അത് ഇന്ന് എനിക്ക് ഏത് പറയുന്നത് പോലെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ ചിലവര് പറഞ്ഞ പോലെ ചെയ്തിട്ടില്ലെങ്കിൽ, ചില ഫോൺ കോളുകൾ ഞാൻ ഫോൺ ചെയ്ത് ആ സമയത്ത് തന്നെ അയാൾ എൻ്റെ ഫോൺ പിക്ക് ചെയ്തിട്ടില്ല, എൻ്റെ മെസ്സേജ് ഇട്ടു, ഞാൻ നിർബന്ധിതമായിട്ട് എടുത്ത മെസ്സേജാണ്, അത് അയാൾ വായിച്ചിട്ടില്ല, അതിൽ ടിക്ക് മാർക്ക് ബ്ലൂ കളറിൽ കണ്ടിട്ടില്ല, തുടങ്ങി എൻ്റെ അസംതൃപ്തി ഇവിടെ ഇരുന്നിട്ട്. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു എൻ്റെ പോക്കെങ്ങോട്ടേക്കാണ് അവിടെ ഇരുന്നിട്ട് ഞാൻ അസംതൃപ്തി തുടങ്ങി. എൻ്റെ യാത്ര ആ പറയുന്ന ആ ഒരു ഭ്രാന്തിന്റെ അങ്ങോട്ടേക്കുള്ള ഒരു യാത്ര, ആ ജേണി ഞാൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെയും ഈ പറയുന്ന സമയത്തിന് ഞാൻ വില കൊടുക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരാൾ ആ ഫോൺ ആ സമയത്ത് എടുത്തിട്ടില്ലെങ്കിൽ അതിന് എന്തുകൊണ്ട് ഞാൻ ഇത്തരം രീതിയിൽ ചിന്തിച്ചുകൂടാ? അയാൾ ചിലപ്പോൾ തിരക്കിലായിരിക്കാം, അയാൾ ഒരു മീറ്റിങ്ങിലായിരിക്കാം, ചിലപ്പോൾ അയാൾ ഫോൺ വിട്ടുപോയിട്ടുണ്ടാവാം, എടുക്കാതെ പോയിട്ടുണ്ടാവും. സംഭവിച്ചുകൂടെ? നിനക്ക് മാത്രമേ എല്ലാം സംഭവിച്ചു കൂടൂ, മറ്റൊരാൾക്ക് ഇതൊന്നും സംഭവിച്ചു കൂടെ സജു എന്ന് ഞാൻ ഇന്ന് എന്നോട് ചോദിക്കുന്നു. ഞാൻ ഒരാളോട് പറഞ്ഞു ഇന്ന കാര്യം ചെയ്യാൻ, ഇന്നത് ചെയ്യണം, ഇന്നത് അല്ലെ അപേക്ഷിച്ചു, എന്നിട്ടും അത് ചെവി കൊണ്ടിട്ടില്ലെങ്കിൽ അവിടെയും നീ പരിശോധിക്കേണ്ടത് നിന്നെയാണ്. നീ ഏത് തരത്തിലാണ് പറഞ്ഞത്? നീ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് അയാൾക്ക് മനസ്സിലായോ? ആ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നീ അയാളോട് അത് ചോദിച്ചോ? ഇത്തരം കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചോ? ഉറപ്പിച്ചതിന് ശേഷം നീ അയാളുടെ അടുത്തുനിന്ന് പ്രതീക്ഷിച്ചോ? ഉറപ്പിച്ചതിന് ശേഷം മാത്രം നീ നിന്നോട് ഉറപ്പിക്കുക. ആ പ്രതീക്ഷത്തിന് ശേഷവും ആ പ്രതീക്ഷക്കനുസരിച്ചിട്ട് അയാൾ നിന്നോട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല, അല്ലെ വരാ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല, അത് നിന്റെ സബോർഡിനേറ്റ് ആണ്. അവിടെ നിനക്ക് ഒരു അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവിടെയും പാകമായ രീതിയിൽ നിനക്കൊരു അതൃപ്തി രേഖപ്പെടുത്താം. പക്ഷെങ്കിൽ നിന്റെ യാത്ര നേരത്തെ പറഞ്ഞ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ചിന്ത കടല് കടന്ന്, അറബിക്കടലും കടന്ന് ഈ ലോകവും വിട്ടുപോയ ചിന്ത നിന്നിലുണ്ടാക്കുന്ന അസംതൃപ്തി, പിന്നീട് നീ ആ കാണിക്കാൻ പോകുന്ന ഭാവം നിന്റെ കൈമേൽ ഒതുങ്ങിയില്ല, ഒരിക്കലും ഒതുങ്ങാറുമില്ല എന്ന് എൻ്റെ കൈമേൽ. ഇന്ന് ഈ പ്രോഗ്രാമിന് വന്നതിന് ശേഷം നേരത്തെ പറഞ്ഞ മാതിരി ഇതിനൊക്കെയുള്ള ഏക യന്ത്രം ക്ഷമ, ഒരു സ്ലോ ഡൗൺ, ഒരു മെല്ലെ പോക്ക്.
ഈ മെല്ലെപ്പൂക്ക് എന്ന ഗ്രീസ് ഞാൻ വാങ്ങിയിട്ട് എനിക്ക് എൻ്റെ തലയിൽ തന്നെ ഓരോ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുമ്പോഴും ആ ദൈവത്തിനെന്തോ എന്നോട് എന്ന് പറയുന്ന ആ ധ്യാനത്തിലും ഞാൻ ഇത് പുരട്ടേണ്ടതുണ്ട്. എനിക്ക് ഈ പുരട്ടുമ്പോഴാണ് ഇന്നത്തെ ദിവസം ഈ സമയത്ത് നിൽക്കുമ്പോൾ ഞാൻ അസംതൃപ്തി പ്രകടിപ്പിക്കേണ്ടടുത്ത് ഞാൻ പാകപ്പെട്ടിട്ടാണ് പ്രകടിപ്പിച്ചത്. അത് അതിരി കടന്നിട്ടില്ല. ശുണ്ഠി ദേഷ്യം ഉണ്ടാകേണ്ടടുത്ത് ഞാൻ അവിടെയും ഒരു പാകപ്പെടൽ ഉണ്ടായിട്ടുണ്ട്. അസ്വസ്ഥത ഞാനൊന്നും ധരിച്ചിട്ടില്ല, ഞാനൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. ഞാൻ ഇനി അഥവാ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു പ്രതീക്ഷയും കൊടുക്കുന്നില്ല. വലിയൊരു പ്രതീക്ഷയുടെ വലിയ സംഭവങ്ങൾ അവിടെ കൊടുത്തില്ല. അവിടെയും നടന്നു പോകും. ഈ ആൽക്കഹോളിക് അനോണിമസിന്റെ അകത്തുള്ള ഓരോ യാത്രകളും, പ്രത്യേകിച്ച് പഴമക്കാരുടെയും ഇതിൻ്റെ അകത്ത് തന്നെയുള്ള ജ്വാലയുടെ ഷെയറിങ്ങുകളും ഓരോരുത്തർ പറയുന്നതും ഉൾക്കൊണ്ട് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഈ പറയുന്ന ഒരു മെല്ലെ പോക്കാണ്. എന്നോട് പറയുന്നത് മുഴുവനും നീ മെല്ലെ പോവാനാണ്. എന്നോട് ഈ പ്രോഗ്രാം മുഴുവനും പറയുന്നത് സഹിഷ്ണുതയുള്ളവനാവാനാ പറയുന്നത്. എന്നോട് നീ തന്നെ ഒരു അച്ചടക്കത്തിന്റെ രീതിയിൽ ആ ഒരു ദിവസത്തെ കൊണ്ടുപോകാനാ പറയുന്നത്. എന്നോട് പിന്നെ പറയുന്നത് വിനയത്വമുള്ളവനാവാനാ പറയുന്നത്. എന്നോട് പിന്നെ പറയുന്നത് സേവന മനോഭാവങ്ങൾ അല്ലെ സേവനങ്ങളിൽ നീ മുൻപോവുക, മനുഷ്യത്വമുള്ളവനായിട്ട് മാറാനാ പിന്നെ പറയുന്നത്. ഒരു അവബോധം ഉണ്ടാക്കിയിട്ട് എന്നോട് സഞ്ചരിക്കാൻ പറയും. നിസ്വാർത്ഥമായ സേവനം ചെയ്യാൻ എന്നോട് പറയുന്നത്. ഫലം നീ ഇച്ഛിക്കേണ്ട, എല്ലാത്തിനോടും ഒരു സമചിത്തത. പിന്നെ ഈ പറയുന്ന മനസ്സിൻ്റെ അകത്ത് നീ മൂടിപ്പിടിച്ച് അല്ലെ മാറാല പിടിച്ച കുറേ സംഭവങ്ങൾ പുറത്തേക്ക് എടുക്കാനാണ് എന്നോട് ഈ പ്രോഗ്രാം പറയുന്നത്. ദയ, സ്നേഹം, വിട്ടുവീഴ്ച, വിട്ടുകൊടുക്കൽ, സത്യസന്ധത, വിവേകബുദ്ധി, തിരിച്ചറിവ്. ഈ സാധനങ്ങളൊക്കെ നിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ നീ അതിനെ ഉപയോഗിച്ചിട്ടില്ല. അത് തുരുമ്പ് പിടിച്ചിട്ട് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. നീ ഒന്ന് അതിനെ എടുത്തിട്ട് ഒന്ന് വൃത്തിയാക്കിയേ. അതിനെ എടുത്തിട്ട് നീ ദിവസം എടുത്തിട്ട് ഈ കാര്യങ്ങളൊന്ന് വൃത്തിയാക്കി നോക്കിയിട്ട് വരുമ്പോൾ നീക്ക് നേരത്തെ പറയുന്ന സഹിഷ്ണുതയും അച്ചടക്കവും ഒരു വിനയവും സേവന മനോഭാവവും ഒരു മനുഷ്യത്വവും ഒരു അവബോധവും ഒരു നിസ്വാർത്ഥമായ കാര്യവും ഒരു സമചിത്തതയുള്ള മനുഷ്യനായിട്ട് നിനക്ക് നടക്കാൻ പറ്റും. ഈ ആത്മീയ ഉണർവ്, ഇതിൻ്റെ അകത്ത് പറയുന്ന സ്പിരിച്വൽ അവേക്നെസ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ കിട്ടിയതിനെ കിട്ടാൻ എളുപ്പമാണ്. ഇതിപ്പോ കിട്ടി, അതും എളുപ്പമല്ല എന്ന് ഞാൻ കേട്ടിടത്തോളം. ഈ ബോധം കിട്ടാൻ എളുപ്പമല്ല. പക്ഷെ കിട്ടിയതിനെ നിലനിർത്തി കൊണ്ടുപോകേണ്ടത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ഈ രോഗം എൻ്റെ ഉത്തരവാദിത്തമല്ല, എൻ്റെ ബാധ്യതയല്ല. എന്നോട് ചോദിച്ചിട്ടല്ല ഈ രോഗം വന്നത്. ഇത് ജന്മനാൽ ഉണ്ടായ രോഗമാണ്, എൻ്റെ മദ്യാസക്തി എന്ന രോഗം. പക്ഷെ ഈ രോഗത്തെ അകറ്റി നിർത്തേണ്ടത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇവിടെ മറ്റാരും വന്നിടാനില്ല എനിക്ക് സഹായിക്കാൻ. ഈ പറയുന്ന പോലെ പ്രോഗ്രാം, സ്പോൺസർ, ലിറ്ററേച്ചറുകൾ എല്ലാം ഉണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് പണിയെടുക്കേണ്ടതുണ്ട്. അത്ര കണ്ട് മടിയും അലസതനും ആ സുഖിമാനും. കാരണം ഈ പറയുന്ന ഈ 3 കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ തൃപ്തിയുള്ളതും ഒരു തരം പെട്ടെന്ന് തന്നെ സ്വൈര്യം കിട്ടാൻ, ഒരു സ്വൈര്യവും സുഖവും സമാധാനവും കിട്ടാൻ വേണ്ടിയിട്ട് ഓടിയവനാണ് ഞാൻ. ഈ സ്വൈര്യവും സുഖവും സമാധാനവും എനിക്ക് പക്ഷെ എവിടെയും കിട്ടിയിട്ടില്ല എന്നതാണ്. മദ്യപാനം എത്ര കുടിച്ചിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏത് ഇതിൻ്റെ അകത്ത് പിന്നാലെ പോയിട്ടും ഈ പറയുന്ന സ്വൈര്യം സമാധാനം നമുക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്കത് കിട്ടുന്നുണ്ട്. സ്വൈര്യവും കിട്ടുന്നുണ്ട്, സമാധാനവും കിട്ടുന്നുണ്ട്, എനിക്ക് സന്തോഷവും കിട്ടുന്നുണ്ട്. കാരണം ഈ തിരിച്ചറിവിൻ്റെ പാതയിൽ എന്നെ അസ്വസ്ഥനാക്കുന്ന, എന്നെ ദേഷ്യപ്പെടുത്തുന്ന, എന്നെ അസംതൃപ്തിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടോ അല്ലെ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഞാൻ ഒരു ധാരണയും അവിടെ വെക്കുന്നില്ല. ഈ ധാരണ ഇല്ലാതെ പോകുമ്പോഴാണ് മനസ്സിന് ഒരു സന്തോഷം. ഞാൻ ഇന്ന് ഈ പ്രോഗ്രാമിൽ സഞ്ചരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കിട്ടുന്ന അനുഗ്രഹം
ഈ കൂട്ടായ്മയിലെ ഓരോരുത്തരുടെ ഷെയറിങ്ങും പഴമക്കാരായിക്കോട്ടെ പുതുമക്കാരായിക്കോട്ടെ, അതേപോലെ പുസ്തകങ്ങളിലൂടെ എനിക്ക് വേറെ കുറേ പുസ്തകങ്ങളൊന്നും വായിക്കേണ്ട ഒരാവശ്യമില്ലാന്ന് ചിലപ്പോഴും തോന്നാറുണ്ട്. എൻ്റെ അടിസ്ഥാന ഗ്രന്ഥം ആ ബിഗ് ബുക്കും 12 പടികളും അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് ചെറു ലേഖനങ്ങളും ഇത് മാത്രം വായിച്ചാൽ തന്നെ മതി എന്ന് ധാരാളം തോന്നിക്കാറുണ്ട്. എന്നാലും ചില സമയങ്ങളിൽ മറ്റു പുസ്തകങ്ങൾ, ഇതിനോടനുബന്ധിച്ചിട്ടുള്ള പുസ്തകങ്ങളിലേക്ക് പോകാനുള്ള മനസ്സ് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ആ തുടക്കം എവിടെയാണോ ആ തുടക്കത്തിനനുസരിച്ച് ഈ പറയുന്ന പോലെ നന്മയിലേക്കും ഗുണങ്ങളിലേക്കും നല്ല ഗുണങ്ങളിലേക്കും അറിയാതെ അങ്ങോട്ടേക്ക് ഞാൻ പോലും അറിയാതെ പോകുമ്പോഴാണ് വാഗ്ദാനങ്ങളിൽ പറയുന്ന പോലെ ഞാനൊരു അത്ഭുതമായിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു? ഒട്ടും വായനാശീലം എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത ഞാൻ, വായിച്ചത് പണ്ടൊക്കെ ഈ പറയുന്ന അശ്ലീല പുസ്തകങ്ങളും മാത്രം അല്ല അത്തരം കാര്യങ്ങളിൽ മാത്രം താല്പര്യമുണ്ടായിരുന്ന ഞാൻ ഇന്ന് പുസ്തകങ്ങൾ ഓരോന്നായിട്ട് വാങ്ങിക്കുന്നു. ഞാൻ ചിലപ്പോൾ വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ വെക്കുന്നില്ല, അവിടെ എടുത്തിട്ട് ഓരോന്നായിട്ട് അതിൽ നിന്ന് എഴുതുന്നു. ഞാൻ എൻ്റെതായ ചെറിയ ലഘുലേഖകൾ ഉണ്ടാക്കുന്നു. കാരണം ഇത് എൻ്റെ ജീവചരിത്രമാണ്, ഇത് എനിക്ക് മാത്രമുള്ളതാണ്. എൻ്റെ ആത്മസംതൃപ്തി പിന്നെ ഇവിടുന്ന് ഞാൻ വളരാൻ തുടങ്ങി. അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ജ്വാല, ആ ജ്വാല എപ്പോഴും അണയാതെ ഞാൻ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് അണയാതെ സൂക്ഷിക്കുമ്പോൾ കിട്ടുന്ന ആ വലിയ ശക്തി എന്നുള്ള ഒരു അനുഗ്രഹം ഇന്ന് എൻ്റെ വൈകാരിക തലത്ത് ഒരു 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 ബാലൻസിങ് എന്നെ കൊണ്ടുപോകുന്നു. വളരെ കൗതുകമായിട്ട് പണ്ടൊക്കെ മറ്റൊരാളെ നോക്കും, വളരെ മെച്യൂറായിട്ട് സംസാരിക്കുന്ന ആള്, എന്തേ ഇയാള് ഇത്രയും പാകത്തിലും പക്വതയോടുകൂടി സംസാരിക്കുന്നത്? എനിക്കെപ്പോഴും അങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്നില്ല. ഇന്നും ഞാൻ പറയുന്നു, എനിക്കൊന്നും അങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ യാത്ര അവിടത്തേക്കാണ്. അത് പതിയെ ഓരോ ചുവടും വെച്ചുകൊണ്ട് നമ്മളെല്ലാവരും നിങ്ങളുടെ ഒക്കെ സഹായം കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് നടന്നു നീങ്ങും. അപ്പോ ഒരു പക്വതയുള്ള മനുഷ്യൻ, ഒരു പാകപ്പെട്ട മനുഷ്യൻ ഒരിക്കലും വല്ലാതെ ശുണ്ഠി പിടിക്കില്ല, വല്ലാതെ അവനവനോട് അസംതൃപ്തി കാണിക്കില്ല, വല്ലാതെ അസ്വസ്ഥത നിറഞ്ഞ് അവനവനോടും മറ്റുള്ളവരിലും പ്രസരിപ്പിക്കില്ല. കാരണം ഈ അസ്വസ്ഥത, ശുണ്ഠി, അസംതൃപ്തി, വ്യഗ്രത, ഈ കാര്യങ്ങൾ ഉള്ള ആള് ഈ വൈബ്രേഷൻ മോഡിലായിരിക്കും. ഈ വൈബ്രേഷൻ മോഡിലുള്ള അയാളെ കണ്ടാൽ തന്നെ അടുത്ത ഒരാൾക്ക് പോകാൻ തോന്നാറില്ല. എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അടുത്ത് എനിക്ക് പോകാൻ ചെറുപ്പകാലത്ത് ഭയമാണ്. കാരണം അച്ഛൻ ഏത് തരത്തിലാണ് പ്രതികരിക്കുക എന്നറിയില്ല, അച്ഛൻ്റെ മൂഡ് ഏതാണെന്നറിയില്ല. അച്ഛൻ അടിക്കുവാണോ ചെയ്യുക, വഴക്ക് പറയുകയാണോ ചെയ്യുക, അല്ലെ ഏത് രീതിയിലാണ് അടിക്കുക, ആ അടിയുടെ സ്കെയിൽ എടുത്തിട്ടാണോ വടിയെടുത്തിട്ടാണോ കൈ കൊണ്ടാണെങ്കിൽ അത് ചെകിളത്താണോ കിട്ടുക, ഭയങ്കര ഭയമാണ്. അപ്പൊ മദ്യാസക്തനായി മാറിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വരാൻ എൻ്റെ ഭാര്യയ്ക്ക് ഭയമാണ്, എൻ്റെ മകന് ഭയമാണ്. കാരണം ഇയാളിനി ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നറിയില്ല. എന്നോട് സംസാരിക്കാത്തത് ഇതുകൊണ്ടാണെന്ന് എനിക്കിന്ന് മനസ്സിലായി. ഈ രോഗമാണ് എൻ്റെ പ്രശ്നം. ഈ രോഗത്തെ ഞാൻ മാറ്റി നിർത്തി ഇന്ന് നടന്നു നീങ്ങുന്നത് ആ വലിയ ശക്തി, ആ വലിയ അനുഗ്രഹം കിട്ടിയ ശക്തി ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ ദൈവം, ആ ദൈവത്തിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങുമ്പോൾ അറിയാതെ വരുന്നൊരു സന്തോഷമുണ്ട്, അറിയാതെ വരുന്നൊരു സന്തോഷം. ആ സന്തോഷത്തിൽ ഞാൻ തന്നെ അത്ഭുതമായിട്ട് ഞാൻ എന്നെ തന്നെ നോക്കിക്കണ്ട് ഞാൻ സഞ്ചരിക്കുന്നു. എൻ്റെ ബുദ്ധിക്കും എൻ്റെ വൈകാരികതയ്ക്കും ഞാനും ആ വലിയ ശക്തിയുമാണ് എൻ്റെ മാസ്റ്റർ. വേറെ ആരും വേണ്ട എനിക്ക് അവിടെ. ഈ പറയുന്ന ആ വലിയ ശക്തിയും ഞാനും പിന്നെ ഈ പറഞ്ഞ ഈ കൂട്ടായ്മയും മാത്രം മതി. ഇതിലൂടെ കണ്ട് ഞാൻ ആ മുന്നോട്ട് ഇങ്ങനെ സഞ്ചരിക്കുക. എൻ്റെ സുഹൃത്ത് വലയങ്ങൾ, എൻ്റെ ബന്ധങ്ങൾ ഞാൻ ഇവിടെ ഇന്ന് വളരെ കെയർഫുൾ ആയിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു. നല്ല സ്വഭാവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ഒരു ആകർഷണം ഉണ്ടാകും. അതും വാഗ്ദാനത്തിൽ പറഞ്ഞു, ആകർഷണമുണ്ട്. വ്യക്തിക്കല്ല പ്രാധാന്യം, ആകർഷണമാണ് നമ്മുടെ ഈ പ്രോഗ്രാം. ഒരു വൈസായിട്ടുള്ള ഒരു വിവേകപരമായിട്ടുള്ള ആൾക്കാർ അത്തരം കൂട്ടായ്മയിലാണ് ഞാൻ ഇന്ന്.
ഇന്നിപ്പോ ഞാൻ പോയ ഫിസിക്കൽ മീറ്റിങ്ങിലും അത്തരമുള്ള കുറേ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ അവര് പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ, അവർക്കുണ്ടായ അസ്വസ്ഥതകൾ, അവരൊക്കെ മാറി നിന്നത് ഈ പറയുന്ന ഒരു മെല്ലെ പോക്കിൽ മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്നില്ല, ഞാൻ പ്രതീക്ഷിക്കാതിരിക്കുക. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ എന്നെ തന്നെ ഞാൻ അനുമോദിക്കുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ അനുമോദിക്കും. ഞാൻ ഇന്ന് മറ്റുള്ളവരെയും അനുമോദിക്കുന്നുണ്ട്. എനിക്ക് പറ്റാവുന്ന അപ്രീസിയേഷൻ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കും. ഒരു ലൈക്ക്, ഒരു ലവിന്റെ ചിഹ്നം, ഞാനത് അവരുടെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യും. നിന്റെ പഴയ ചങ്ങാതിയുടെ ബർത്ത്ഡേ നീ ഇന്ന് ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് വിഷ് ചെയ്യാതിരിക്കുന്നില്ല? നീ എന്തുകൊണ്ട് ആ ഫേസ്ബുക്കിൽ അവനെ ചങ്ങാതിയായിട്ട് പിന്നെ കൂട്ടി? അവൻ നിന്നെ വിഷ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നീ ഇനി വിഷ് ചെയ്യണ്ട. അപ്പൊ എനിക്ക് ഇത്തരം കാര്യങ്ങളല്ലായിരുന്നു. ഇന്ന് ഞാനത് നോക്കുന്നില്ല. അവൻ എനിക്കറിയുന്ന ആളാണ്. ഇനി കുറെ കാലമായിട്ട് സംസാരിക്കുന്നില്ലെങ്കിലും ഞാൻ ഇന്ന് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. കാരണം അത് പറഞ്ഞിട്ടുണ്ട് എന്നോട്, സ്നേഹമുള്ളവനായിട്ട് മാറുക എന്ന്. എന്നാൽ മാത്രമേ എനിക്ക് ഈ 3 കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റൂ. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുന്നത് നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയാൻ ഞാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അത് ഈ അസംതൃപ്തി കൊണ്ടാണ്. എനിക്ക് പെട്ടെന്ന് തന്നെ പുറത്തു പോകണം, വ്യഗ്രത, പെട്ടെന്ന് തന്നെ അങ്ങ് വെളിയിലേക്ക് വരിക. ഇന്ന് അതിനോട് വേണ്ടുന്ന കാര്യം മാത്രം പറയുക, വേണ്ടാത്ത കാര്യം പറയണ്ട. അത് നിന്റെ അടുത്ത് വെച്ചോ, അല്ലെ നിന്റെ തൊട്ടടുത്തുള്ള അടുപ്പക്കാരോട് മാത്രം പറഞ്ഞു. നിനക്ക് സ്പോൺസർ ഇല്ലേ, സ്പോൺസറായിട്ട് മെസ്സേജ് അയച്ചോ, വോയിസ് ക്ലിപ്പ് ഇട്ടോ, ഞാൻ ഇന്ന പ്രശ്നം വെറുതെ ഇട്ടോ, ഒരു കുഴപ്പമില്ല. അതിനാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ഒരു സ്പോൺസറെ കിട്ടിയത്. എന്തും തുറന്നു പറയാനുള്ള ഒരു സ്പോൺസർ. അവിടെ പറഞ്ഞു കുറച്ച് ബന്ധങ്ങൾ ഉണ്ടാക്കൂ, ആ ബന്ധങ്ങൾ നല്ല ബന്ധങ്ങളിലേക്ക് കൊണ്ടുപോകും നിന്നെ, അവിടെയും നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെയും ഫലത്തിന് ഞാൻ കാത്തിരിക്കും. അവിടെയും എൻ്റെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു അതിന്റെ ഫലം എനിക്കിപ്പോൾ കിട്ടണം. പക്ഷെ ആ ഫലമല്ല, അവിടെ ഞാൻ ചെയ്യുന്ന ഓരോ പ്രക്രിയയ്ക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ ഇന്നിപ്പോ ഒരാളോട് സംസാരിക്കുന്നതാണെങ്കിൽ ഞാൻ അയാളോടാണ് സംസാരിക്കുന്നത്, ഇന്ന വിഷയമാണ് സംസാരിക്കുന്നത്, ഇന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ അറിയാതെ അവിടെ അളവും തൂക്കവും എന്നിൽ വന്നുകയും അതാ വലിയ ശക്തി തരും. ആ വലിയ ശക്തി എനിക്ക് ആ അളവും തൂക്കവും കൊണ്ടുവരും. ഈ അളവും തൂക്കവും എന്നിൽ ഞാൻ കൊണ്ടുവരുമ്പോൾ ഞാനൊരു പാകപ്പെട്ട മനുഷ്യനായിട്ട് ഒരു ദിവസത്തേക്ക് നിലനിർന്നു പോകും. ഇത് പിന്നെ അങ്ങോട്ട് എല്ലാ ദിവസവും അങ്ങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ പടികളിൽ പറയുന്ന മാതിരി ആ നിഷ്കളങ്കനായിട്ട് നീ മാറും. ആ 2 പേഴ്സണാലിറ്റിയിൽ നിന്ന്, ദ്വന്ദ്വ വ്യക്തിത്വത്തിൽ നിന്ന് ഏക വ്യക്തിത്വമായിട്ട് പരിണാമം സംഭവിക്കുന്ന ഒരു പ്രോഗ്രാമിലാണുള്ളത്. അതിന്റെ പ്രത്യാശയാണ് എനിക്ക് വേറെ ഒന്നും വേണ്ട. ആ ഒരു ബിന്ദുവിലേക്ക് സഞ്ചരിച്ചാൽ മതി. ആ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന, പണ്ട് എന്തിനൊക്കെയോ ഓടിയ ഞാൻ ഇന്ന് സമാധാനമായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് വളരെ പുഞ്ചിരിയോട് കൂടിയിട്ട് നിങ്ങളോടൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു വലിയ ശക്തി, അല്ലെ എനിക്കറിയാത്ത ഒരു മായ എന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നു. അത് നമ്മളിൽ എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ആ കിട്ടിയതിനെ ഞാൻ പരിപോഷിപ്പിച്ചിട്ട് ഞാൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് ഞാൻ ചില ക്രിയകൾ നടത്തണം. ഇതെല്ലാവർക്കും കിട്ടത്തില്ല എന്ന് പഴമക്കാർ പറഞ്ഞു. എല്ലാവർക്കും കിട്ടത്തില്ല ഈ സംഭവം. നിനക്ക് കിട്ടിയതിന്റെ വില എന്താണെന്ന് നിനക്ക് അറിയണ്ടെങ്കിൽ നീ ഒന്ന് പുറത്തേക്ക് പോയി നോക്കൂ. ഒന്ന് മദ്യപിച്ച് ഒന്നും വേണ്ട, പത്രത്തിന്റെ പേജ് എടുത്തിട്ട് വായിച്ചു നോക്കിയാൽ മതി. നിനക്ക് കിട്ടിയതിന്റെ വില. മാനസിക സംഘർഷം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവർ, പോലീസ് പിടിയിലായത്, മയക്കുമരുന്ന്, ഈ പറയുന്ന വാർത്തകളൊക്കെ പുറത്ത് കാണുമ്പോൾ ഞാൻ 2 കൈയും കൂട്ടി പ്രണമിക്കും ആ വലിയ ശക്തിയെ. ദൈവമേ, എനിക്ക് തന്നല്ലോ. ഈ തന്നിട്ട് ഇനി ഞാൻ എൻ്റെ കൈമേൽ മാത്രം നിന്നിട്ട് കൊണ്ടുപോയാൽ പോരല്ലോ. പിന്നെയും പറയുന്നുണ്ട്, ഈശ്വര, നിന്നെ മാറ്റി കൊണ്ടുവന്നത് നിന്റെ അടുത്ത് വെക്കാനല്ല. കാരണം നിന്നെ ഈ സമൂഹത്തിന്, ഈ ലോകത്തിന്, ഈ പ്രപഞ്ചത്തിൽ നിന്നെ ആവശ്യമുണ്ട്. നീ ഇത് പ്രസരിപ്പിക്കണം. ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. നിനക്ക് ഒരു പോസിറ്റീവ് ഊർജം ഞാൻ തന്നിരിക്കുന്നു. ആ കുറച്ച് പോസിറ്റീവ് കുറച്ച് കൊണ്ടുപോവുക. എന്നാൽ മാത്രമേ ഈ പ്രകൃതി ബാലൻസ് ആയിട്ട് കൊണ്ടുപോകും. ആ നെഗറ്റീവിനെ തുടച്ചു കളയാൻ പറ്റത്തില്ല. നെഗറ്റീവും വേണം ഇവിടെ.
പക്ഷെ നിന്നെ എന്തോ ഞാൻ അവിടുന്ന് പിടിച്ചിട്ട് പോസിറ്റീവിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ആ പോസിറ്റീവിന് വേണ്ടിയിട്ടുള്ള യുദ്ധം നീ നിന്റെ ജീവിതത്തിൽ നീ നടത്തിക്കൊള്ളുക. വളരെ വളരെ സന്തോഷം എന്നെ ശ്രവിച്ചതിന്. കൂട്ടായ്മയുടെ ഭാഗം ആയതുകൊണ്ട് മാത്രം ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായിട്ട് ഞാൻ ജീവിക്കുന്നു. ഇന്ന് എൻ്റെ ഫാമിലി ഇന്ന് അതീവ സന്തോഷമാണ്. ഞാൻ ഇന്ന് സന്തോഷമാണ്. എനിക്ക് ഒത്തിരി വലിയ സുഹൃത്തുക്കളും കൂട്ടായ്മയും സ്പോൺസറും ഒക്കെ ഉണ്ട്. എൻ്റെ ദൈവത്തെ ഞാൻ എനിക്ക് കാണാൻ സാധിക്കുന്നു. ഞാൻ ഈ പറയുന്ന പോലെ അധിക നാളൊന്നും ആയിട്ടില്ല. എൻ്റെ ഈ സുബോധ ജീവിതം ആരംഭിച്ചിട്ട് 2 വർഷവും 4 മാസവും ഇന്നത്തേക്ക് 17 ദിവസവും പൂർത്തീകരിക്കുമ്പോൾ എന്നിലുണ്ടാകുന്ന പരിവർത്തനങ്ങൾ, എന്നിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഞാൻ എല്ലാ വ്യവഹാരങ്ങളിലും പാലിക്കുന്നുണ്ട്. ഞാനത് പാലിച്ചു പോകുമ്പോഴാണ് എനിക്ക് അസ്വസ്ഥതയില്ലാതെയും ശുണ്ഠിയോ ദേഷ്യമൊക്കെ ഇല്ലാതെയും അസംതൃപ്തി ഇല്ലാതെ തൃപ്തിയോടുകൂടിയിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. ആ വലിയ ശക്തിക്ക് നന്ദി, സ്പോൺസർക്ക് നന്ദി, കൂട്ടായ്മയ്ക്ക് നന്ദി, എന്നെ കേട്ട് നിന്ന ഓരോ പഴമക്കാർക്കും പുതുമക്കാർക്കും ഇതിലുള്ള എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു രാജേട്ടാ.